ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തലയോലപ്പറമ്പിൽ പട്ടുസാരി വിൽക്കണ ഓരോ റീലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതേപോലെ നമ്മുടെ ഇവിടെ തലയോലപ്പറമ്പിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയായപ്പോഴാട്ടോ ഞാൻ അറിയണേ, ചേച്ചി പറഞ്ഞാണ് ഞാൻ അറിയണേ. അപ്പോൾ ഇന്ന് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ കോട്ടയത്ത് പോയപ്പോൾ ചേട്ടായിനോട് പറഞ്ഞാൽ നമുക്ക് പട്ടുസാരി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ധൃതി പിടിച്ച് പോയതുകൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വന്നപ്പോൾ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ കിട്ടോ ഇല്ലയോ എന്നറിയാമല്ലോ. അപ്പം കുറച്ച് സാരി, എൻ്റെ കല്യാണ സാരിയാണ് ഞാൻ ആദ്യം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. കല്യാണ സാരി എടുക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കുന്നില്ല, കല്യാണ സാരി കൊടുക്കുന്നില്ല. പിന്നെ ചേട്ടായുടെ ഒരു കസവിൻ്റെ മുണ്ടുണ്ട് കല്യാണത്തിനടുത്ത്, അപ്പോൾ അതും അത്യാവശ്യം പ്രൈസുള്ളതാണ്. കല്യാണ സാരിക്ക് 10, ചേട്ടായുടേന് എന്തോ 3 or 4 എന്തോ ആയതാണ് ഷർട്ടിനും മുണ്ടിനും കൂടി. അപ്പോൾ അതിൻ്റെ കസവുണ്ടല്ലോ മുണ്ടിൻ്റെ, അതും പിന്നെ അമ്മയുടെ 2 സാരി ഇരിപ്പുണ്ട് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എടുത്തു വെച്ചത് കാണിച്ചു തരാം. നമുക്ക് പോവാം. 7 മണി വരെയാണ് ഉള്ളത്. 7 ദിവസത്തേക്കാട്ടോ ഉള്ളത്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ചൊവ്വാഴ്ച തുടങ്ങിയതാണ്. 9 മണി തൊട്ട് രാത്രി 7 മണി വരെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസിൽ കൊടുക്കാട്ടോ ലാസ്റ്റ്. നമുക്ക് പോയി നോക്കാം തലയോലപ്പറമ്പിൽ. ഞാൻ എടുത്ത് വെച്ച് സാരി കാണിക്കാം. ഇത് ഒന്ന് കേട്ടോ, ഇതിന് കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ കോപ്പറിന് കിട്ടത്തില്ലല്ലോ, ചെമ്പിന്. അപ്പം ഇതാണ് സാരി. ഇത് ഇത്രയേ ഉള്ളൂ. പല്ലൂല് മാത്രമേ വർക്ക് വരുന്നുള്ളൂ. ഇതും ഇതേ ഉണ്ടോ, ഇതാണ് ഒന്ന്. ഇതിന് 2 കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കൊടുത്ത് നോക്കാം. കല്യാണ സാരി നമ്മുടെ ഈ അലമാരില്ല കേട്ടോ ഇരിക്കുന്നത്. ഇതിൽ ഇതേ ഇവിടെയാണ് ഇരിക്കുന്നത്. എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിലാട്ടോ നമ്മുടെ കല്യാണ സാരി ഇരിക്കണേ. കല്യാൺ സിൽക്സ് ഇതാണ് എടുത്തത്. നമുക്ക് ഇത് തുറക്കാം. ഇതാണ് കല്യാണ സാരി. ഇത് അനുമോളുടെ കല്യാണത്തിന് ഉടുത്തിട്ട് കുറച്ച് ഭാഗം കീറിയായിരുന്നു കേട്ടോ. ഇതിന് കിട്ടോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ചുമ്മാ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി നോക്കാം. സ്റ്റോണുണ്ട്. ഒരു 25,000 രൂപ കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. അതിൽ കുറഞ്ഞാൽ കിട്ടണമെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ കസവ് നല്ലതാണോ എന്നും അറിയത്തില്ല. പിന്നെ ഇതാണ് കല്യാണത്തിൻ്റെ മുണ്ട്. ഇതിൽ വല്ലതും കിട്ടുമോ? ഞാളത്തെ കസവായിരിക്കും. ഇതിനകത്ത് സിൽവർ കാര വന്നുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല. കല്യാണ ഷർട്ട് ഇത് ഞാൻ അനുമോളുടെ കല്യാണത്തിന് ഉടുത്തിട്ട് മടക്കി വെച്ചതാട്ടോ. അത് അഴയിൽ വിരിച്ചപ്പോൾ, വെയിലത്തിടാനായിട്ട് വിരിച്ചപ്പോൾ അത് ഞാൻ അഴയുടെ ഒരു നാര് കൊണ്ട് പകുതിയും കീറിപ്പോയിട്ടോ. ഇനിയിപ്പോൾ അത് നെയ്തെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ നെയ്ത്തുകാരായി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, ചില തയ്യക്കാരൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ. എന്തെങ്കിലും ചെയ്യണം, കല്യാണ സാരിയല്ലേ. അപ്പം അതുകൊണ്ട് ഇത് കൊടുക്കുകയൊന്നുമില്ല കേട്ടോ. 25,000 എന്നാ റേറ്റ് പറയണേന്ന് അറിയാനായിട്ട് ഞാൻ കൊണ്ടുപോയതാണ്. ഇത് ഇത്രയും ഭാഗം കീറിപ്പോയി. എന്നാ ചെയ്യാനോ. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് പോവാൻ നിൽക്കുവാണ്. സാരിയൊക്കെ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദേവനും ചേട്ടായും ഞാനും കൂടി ആട്ടോ പോണേ. അപ്പൊ നമുക്ക് പോയി നോക്കുക. കിട്ടോ ഇല്ലയോന്ന് അറിയാലോ. നീ മാറിക്കേ. നീ ആ മറ്റേ ചെരുപ്പിടാമനായിട്ട് നീ കേട്ടില്ലല്ലോ. ഞങ്ങളുടെ പായുംപുലി ഒയാസിസിന്റെ ആ ചന്തപ്പാലത്തിന്റെ അവിടെ. മുണ്ടിന് കിട്ടുമോ? ഈ ചെമ്പ് ചെമ്പാണോ? ഇല്ല. ഈ പാളിഷ്ടാണ്. നൂൽപ്പട്ടോ? ഈ നൂൽപ്പട്ട്.
ഈ ചെമ്പാണ്. ചെമ്പാണ്. കസവണ ഈ മാതിരി ഉണ്ട്. ഈ കളർ സിൽവർ കളർ. ഓയതി തേട് കാണുന്നു. ഇത് ചെമ്പാണ് ചേച്ചി. ഈ കളർ வந்து കസവ. ഓക്കെ. അപ്പോൾ ഇതിന് മൂന്നിനും കിട്ടത്തില്ല. ആ കിട്ടും. താങ്ക് യു. എത്ര ദിവസം വരെ ഉണ്ട്? ഇത് 1 മാസം ഉണ്ട് ഇവിടെയോ? ഇത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ കല്യാണ ഗോൾഡ് കവറിങ് ചെയ്യുന്നത്. റീസൈക്കിൾ ആണോ? ഈ ഇത് കല്യാണ കവറിങ് 4 വർഷം 5 വർഷം ഗ്യാരണ്ടി തരണം. കവറിങ് ചെയ്യും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഫാസ്റ്റ് ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൻ്റെ സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിലാട്ടോ ഇവരുടെ ബിൽഡിംഗ് വരുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരെ കയറി ചെന്നാൽ മതി. അവിടെ 2 തമിഴ് ആണെന്ന് തോന്നുന്നു അവരിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് KR ലൈബ്രറിയുടെ ഗായ്സ്, അത് കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി കടയായിട്ടാട്ടോ പോയത്. എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത് ദേവനാണ്. ദേവന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദേവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണം. മൊത്തം പച്ചക്കറിയുടെ ഇവിടെയൊക്കെ ഭയങ്കര വിലയായിരുന്നു. ഒടുക്കത്തെ ബ്ലോക്ക് കിട്ടി കുറേ നേരം അവിടെ നിന്നു കേട്ടോ. കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറി എടുത്തുള്ളൂ. ചേട്ടായുടെ കൂട്ടുകാരൻ്റെ ഒരു കടയുണ്ട്. കടയല്ല, ഈ വണ്ടിയിലൊക്കെ ഇട്ട് വെക്കണം. നമ്മുടെ പാലാങ്കടവിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആ ചേട്ടനോട് ബാക്കി സാധനമൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് സാധനം എടുത്തുള്ളൂ കേട്ടോ. നമുക്ക് പച്ചക്കറി തീർന്നിട്ട് കുറച്ച് ദിവസമായി ആയിരുന്നു. അപ്പം മടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇത് നമ്മൾ മേടിച്ചു. തക്കാളി ഞാൻ കൂടുതൽ എടുക്കും കേട്ടോ. തക്കാളി എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായതുകൊണ്ട് തക്കാളി കുറച്ച് കൂടുതൽ എടുക്കും ഞാൻ. അപ്പോൾ തക്കാളി 1 കിലോ 1.5 കിലോ ഒക്കെ എടുക്കാറുണ്ട്. 1.5 കിലോ സബോള, 1.5 കിലോ ഉരുളൻ, അങ്ങനെ ആട്ടോ. തക്കാളി 1.5 കിലോ അത് എടുക്കും. പിന്നെ ക്യാരറ്റ് ഞാൻ ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് സലാഡ് ഉണ്ടാക്കാനോ ക്യാരറ്റ്, കുക്കുംബർ കാര്യങ്ങളൊക്കെ എടുക്കും. ദേവനാണ് വീഡിയോ എടുക്കണേ, നിങ്ങൾ ഓർക്കണം കേട്ടോ ഗൈസ്. എന്തൊക്കെയാണ് എടുക്കണേന്ന് അവന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഇത് കൂട്ടം ചേട്ടായുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പച്ചക്കറിയുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ഓർത്ത് ഞാൻ മറ്റേ വില വിവര പട്ടിക എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വിലയാണ്. തക്കാളിക്കല്ല, നമ്മുടെ വെളുത്തുള്ളിക്ക്, ക്യാരറ്റിന്, ബീട്രൂട്ടിന് ഒക്കെ. ക്യാരറ്റിന് കുഴപ്പമില്ല, ബീട്രൂട്ടിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമ്മളിത് ബില്ലാക്കാൻ നിൽക്കുക കേട്ടോ. കുറച്ച് സാധനം ഇത് പുതിനയിലയും മല്ലിയിലയൊക്കെ മേടിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഞാനിതൊക്കെ നല്ലപോലെ ഉപയോഗിക്കണം. എല്ലാ കറിയിലും ഞാൻ ഇടാറുണ്ട്. സാമ്പാർ എന്ത് കറി വെച്ചാലും മല്ലിയില ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മധുരക്കിഴങ്ങ് മേടിച്ച്. ഈ മധുരക്കിഴങ്ങ് മേടിച്ച് ഇങ്ങനെ മാറിയപ്പോഴാണ് ആ ചേട്ടായുടെ കൂട്ടുകാരൻ്റെ കടയിൽ നല്ല റോസ് കളറുള്ളത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മേടിക്കും. പിന്നെ ഇതൊക്കെ മേടിച്ചല്ലോ, അതുകൊണ്ട് ഒരു 300 സംതിങ് രൂപയായി. സബോള, പച്ചമുളക്, ഉള്ളി അതൊന്നും മേടിച്ചില്ല. അത് അവിടുത്തെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് സാധനം എടുത്ത് നമ്മൾ ഈ കടയിൽ നിന്ന് ബില്ലൊക്കെ കൊടുത്തിറങ്ങി. ഗൈസ്, നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. ഒന്നും കിട്ടില്ല. നമ്മൾ സാരിക്ക് ഒരെണ്ണത്തിന് അമ്മയുടെ 2 സാരി എടുത്ത് വെച്ചില്ലേ, ആ പച്ചയും റെഡും എടുത്ത് വെച്ചിട്ട് അതിന് നൂൽപ്പട്ടാന്ന് പറഞ്ഞു. അതായത് നൂല് കൊണ്ട് ഉണ്ടാക്കിയേക്കണാണ്, അതുകൊണ്ടൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെത് കോപ്പറാണ്, പട്ടല്ലെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടായുടെ കസവ് ആ മുണ്ട് ഉരച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞു അത് സിൽവറാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു എന്നാൽ കല്ലിച്ചിരി ഒടിച്ചിങ്ങനെ മേടിച്ചോ, നമുക്ക് വീട്ടിൽ ചെന്ന് എല്ലാ സാരിയും ഉരച്ച് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ കസവാണെങ്കിൽ, പട്ടിനാണെങ്കിൽ കിട്ടും പൈസ. പക്ഷെ എത്ര രൂപയാണെന്നൊന്നും പറഞ്ഞില്ല. അവരത് പോളിഷ് ചെയ്തിട്ട് വേറെ എന്തോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. റീസൈക്കിൾ നമ്മൾ ഈ പ്ലേറ്റ് ചെയ്യലേ അതേപോലെ എന്തോ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ പോയത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഫാസ്റ്റ് ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറിയുടെ സൈഡിലായിട്ടാണ്. നമ്മുടെ ലാബില്ലേ അവിടെ, KR ലൈബ്രറിയുടെ ഓപ്പോസിറ്റ് ബിൽഡിങ് കേട്ടോ. ആരെങ്കിലും പരീക്ഷയ്ക്ക് 25,000 30 കിട്ടിയില്ല. അത് ഫേക്കാന്നാണ് എനിക്ക് തോന്നണത്. അത്ര ഒന്നുമില്ല, 500 1000 ഒക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ അവിടെ ആട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. 1 മാസം ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. ഞാനിപ്പോൾ അകത്തിരുന്നാണ് വൈൻഡപ്പ് എടുക്കണത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ പറയുന്നുണ്ട് വീഡിയോ കാണാറുണ്ട്, പിള്ളേരാണേലും ഒക്കെ. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്നെ അറിയത്തില്ല, പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനൽ കാണാറുണ്ടെന്നൊക്കെ കേൾക്കാൻ നേരത്ത് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ 500ലേക്ക് ആകാൻ പോണു. 500 ആയില്ല, 496 ആയി കേട്ടോ. ഇനി ഒരു 4 സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക്
500 സബ്സ്ക്രൈബേഴ്സ് ആകും. അപ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, തുണി മടക്കാനൊക്കെ ഇഷ്ടം മാതിരി കിടപ്പുണ്ട്. നമ്മൾ പോകാനായിട്ട് റെഡിയാക്കി വലിച്ചു വാരിയൊക്കെ ഇട്ടതാണ്. പിന്നെ ഇതൊക്കെ മടക്കണം. അച്ചായി അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ. സീക്വൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.